ഭക്തർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് PC ജോർജ് MLA-യും O രാജഗോപാൽ MLA-യും നിയമസഭയിലെത്തിയത് കറുപ്പണിഞ്ഞ്. ശബരിമല യുവതീ പ്രവേശം സംബന്ധിച്ച് വിധി വന്നതു മുതൽ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് PC ജോർജ്. കറുത്ത വേഷം ഇന്നത്തേക്ക് മാത്രമാണ്, ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്തു വേണമെന്ന് പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് PC ജോർജ് വ്യക്തമാക്കി. ശബരിമലയിലെ അയ്യപ്പ ഭക്തർക്ക് പിന്തുണ പ്രഖ്യാപിച്ച് PC ജോർജ് MLA-യും O രാജഗോപാൽ MLA-യും നിയമസഭയിലെത്തിയത് കറുപ്പണിഞ്ഞ്. ശബരിമല യുവതീ പ്രവേശം സംബന്ധിച്ച് വിധി വന്നതു മുതൽ പ്രതിഷേധത്തിന് മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് PC ജോർജ്. കറുത്ത വേഷം ഇന്നത്തേക്ക് മാത്രമാണ്, ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് വേണമെന്ന് പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് PC ജോർജ് വ്യക്തമാക്കി. ശബരിമല നിരോധനാജ്ഞ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നിയമസഭയ്ക്കകത്ത് പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം. വെള്ളപ്പൊക്ക ദുരിതവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം തടസ്സപ്പെടുത്തി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം സമ്മേളനത്തിനെത്തിയത്. അതേസമയം ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ കറുപ്പ് വസ്ത്രമണിഞ്ഞ് പ്രതിഷേധിച്ച് പൂഞ്ഞാർ MLA PC ജോർജ്. കറുപ്പ് ഷർട്ടും തോളിൽ കറുത്ത ഷാളും അണിഞ്ഞാണ് അദ്ദേഹം നിയമസഭയിലെത്തിയത്. ശബരിമല ഭക്തർക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് കറുപ്പ് വസ്ത്രം ധരിച്ചത്. PC-ക്കൊപ്പം O രാജഗോപാലും കറുപ്പ് വേഷം അണിഞ്ഞാണ് ഇന്ന് നിയമസഭയിലെത്തിയത്. ഇന്ന് മാത്രമാണ് കറുത്ത വേഷത്തിൽ പ്രതിഷേധിക്കുക. നാളെ മുതൽ എന്ത് വേണമെന്ന് പാർട്ടി യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് PC ജോർജ് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ BJP-യെ പിന്തുണയ്ക്കുന്നു. കേരള ജനപക്ഷ പാർട്ടിയെ പിന്തുണയ്ക്കുന്ന ആരുമായും സഹകരിക്കും. എല്ലാവർക്കും വർഗീയത പറയുന്നുണ്ട്. എല്ലാവരും വർഗീയത പറയുന്നുണ്ട്. BJP-യെ മാത്രം വർഗീയ പാർട്ടി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? സംസ്ഥാനത്ത് LDF-ഉം UDF-ഉം മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാറ്റം വരണം. പൂഞ്ഞാറിൽ എല്ലാ പാർട്ടികൾക്കുമെതിരെ 20,000-ലധികം വോട്ട് വിജയിച്ച വ്യക്തിയാണ് താൻ. ഇത് സംസ്ഥാനത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും നടപ്പാക്കണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും PC ജോർജ് കൂട്ടിച്ചേർത്തു. BJP-യുമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ PC ജോർജ് വ്യക്തമാക്കിയിരുന്നു. നിയമസഭയിൽ O രാജഗോപാലിനൊപ്പം പ്രത്യേക ബ്ലോക്കായി ഇരിക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.